1999 മാർച്ച് 7-ാം തീയതി ആദിമ സഭയുടെ ശീലങ്ങളായ നമ്മൾ അപ്പസ്തോല നടപടികളിൽ വായിക്കുന്ന പ്രാർത്ഥന, പ്രബോധനം, അപ്പം മുറിക്കൽ, കൂട്ടായ്മ എന്നീ ശീലങ്ങൾ ജീവിതത്തിൽ കേരളത്തിൽ നിന്നും കൊണ്ടുവന്ന, അല്ലെങ്കിൽ സീറോ മലബാർ സഭയിൽ നിന്നും കൊണ്ടുവന്ന ഈ സെന്റ് തെരേസ പള്ളിയോട് ചേർന്ന് ജീവിച്ചതിൻ്റെ ജൂബിലി, സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജൂബിലിയുടെ മംഗളങ്ങൾ ഏറ്റവും ഹൃദയപൂർവ്വം ഞാൻ നിങ്ങളുടെ ഒരു ആത്മീയ പിതാവ് എന്ന നിലയ്ക്ക് ആശംസിക്കുന്നു. കൈയടിച്ച് നമ്മൾ പ്രാർത്ഥനയിൽ സങ്കീർത്തനം കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, മുടിചൂടി നിൽക്കുന്ന സഭയിൽ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഓർക്കുന്നില്ല നിങ്ങൾ? മുടിചൂടി നിൽക്കുന്ന ഞായറാഴ്ചയിലാണ് നമ്മൾ പറയുന്നത്. ഇന്ന് വാസ്തവത്തിൽ ഈ സെന്റ് തെരേസ പള്ളിയുടെ നോട് ചേർന്ന് വളർന്ന ഈ സമൂഹം അത് മുടിചൂടി നിൽക്കുകയാണ്. അന്ന് കുർബാന, പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എത്ര അച്ഛന്മാരായിരുന്നു. അത് യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങൾ, അങ്ങ് സ്പെയിനിൽ നിന്ന്, അയർലൻഡിൽ നിന്ന്, അങ്ങ് മാൾട്ടയിൽ നിന്ന് ഒക്കെ എല്ലാവരും ചേർന്ന് കൊണ്ടുള്ള വലിയ ഒരു വിശുദ്ധ ബലി നമ്മൾ അർപ്പിച്ചു. അതിൽ നമ്മുടെ കുട്ടികള് എത്ര മനോഹരമായിട്ടാണ് പ്രാർത്ഥന ചൊല്ലിയത്. ആ കൊച്ചുങ്ങള് വളരെ മനോഹരമായിട്ട് കൈയടിക്കണം. നിങ്ങൾ അച്ഛന്മാരുടെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ കൈയടിച്ചില്ല. കൈയടിച്ചവർക്ക് വേണ്ടിയിട്ട് അവരെ പോലെയുള്ളവരില്ലെങ്കിൽ നിങ്ങൾക്ക് കുർബാന ചെല്ലപ്പെടുകയില്ല. പിന്നെ മനോഹരമായിട്ട് പാട്ടുപാടി കൈയടിക്കാം. പിന്നെ നമ്മുടെ തോമസ് അച്ഛൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു, ഞങ്ങള് പാവപ്പെട്ടവരെ മറന്നിട്ടില്ല. അത് വാസ്തവത്തില് ജോർജ് പിതാവ് എല്ലായിടത്തും ഉദാഹരിക്കുന്ന വാക്കുകൾ എടുത്തിട്ടാണ് അദ്ദേഹം അതിന് ബലം കൊടുത്തത്. പാവപ്പെട്ടവന്റെ കണ്ണീരിന് ഒപ്പുന്നവന് സ്വർഗത്തിനെ തുറക്കാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിച്ച് ഇവിടെയുള്ള കുറച്ച് പണക്കാരെ കൊണ്ട് പാവപ്പെട്ടവൻ എന്തെങ്കിലുമൊക്കെ കുടിപ്പിച്ച് നിങ്ങളെ കൊണ്ട് സ്വർഗം തുറപ്പിക്കാമെന്നുള്ളൊരു വലിയ ചിന്തയുമായിട്ടാണ് പ്ലാപ്പിളിച്ച് നടക്കുന്നത്. അതിനൊന്ന് കൈയടിക്കാം. അത് നിങ്ങൾക്ക് വേണ്ടി അടിക്കും. നിങ്ങൾ കൊടുത്താലും പുള്ളിക്ക് സ്വർഗം തുറക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ഈ പ്ലാപ്പിളിച്ചിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടേ. ഞാൻ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവോ ഈ ഗുരുവായൂർ കേശവൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ആനകളിൽ ഏറ്റവും തലയെടുപ്പുള്ള ആനയാണ് ഗുരുവായൂർ കേശവൻ. ഞാൻ 1974 മാളയില് കാർഷിക മേള നടക്കുമ്പോൾ എനിക്ക് അന്ന് 12 വയസ്സുണ്ട്. ഞാൻ ഈ നമ്മുടെ അന്ന് പാട്ടൊക്കെ, ഞാൻ കൊയറിലുണ്ട്, ഹാർമോണിയം വായിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ ഞാൻ ഒരു ബോസ്കോ ചേട്ടനുണ്ട്. ആ ചേട്ടനെയൊക്കെ കൂട്ടി ഒരു ബോണ്ടൊക്കെ, നമുക്കൊരു ബോണ്ട കിട്ടാന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം കിട്ടുന്ന പോലെയാണ്. ആ ബോണ്ടൊക്കെ വാങ്ങിച്ച് ഞാൻ അവിടെ പോയി ഈ ഗുരുവായൂർ കേശവനെ കാണാൻ പോയി. എന്നാ തലയെടുപ്പാണ്. ഞാൻ പറയാറുണ്ട്, ഈ പാമ്പ്ളാനി പിതാവ് എന്ന് പറയുന്നത് നമ്മുടെ സഭയിലെ മെത്രാന്മാരില് ഒരു ഗുരുവായൂർ കേശവനാണ് എന്ന് പറഞ്ഞു. ഒരു സംഘടനാ പാഠവത്തില് ഡോക്ടറേറ്റ് ഒന്നും അദ്ദേഹം എടുത്തില്ലെങ്കിലും ഒരു ഗുരുവായൂർ കേശവന്റെ തലയെടുപ്പോട് കൂടി നിൽക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ഇതുപോലെ ഈ സൂറിച്ചില് ഇതുപോലെ പരിപാടി സംഘടിപ്പിക്കാൻ പറ്റുകയില്ല എന്നെനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. കാരണം ഞാനിങ്ങനെ ഇപ്പൊ നമുക്ക് യൂറോപ്പില് നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്ക് കൂടി ഞാൻ പറയുകയാണ്, നമുക്ക് യൂറോപ്പ് മുഴുവനും ഏൽപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിലും 22 രാജ്യങ്ങളിലാണ് നമ്മുടെ പ്രസൻസ് ഉള്ളത്, സീറോ മലബാർ പ്രസൻസ്. അതിൽ 60,000-ഓളം ആളുകളുണ്ട്. 82 അച്ഛന്മാരാണ് ഇപ്പൊ ശുശ്രൂഷ ചെയ്യുന്നത്.
അതിൽ ഞാൻ നേരിട്ട് കൊണ്ടുവന്ന ഒരു 32ഓളം പേരുണ്ട്.